ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഫെബ്രുവരി 24, ആണ്ടുവട്ടത്തിലെ 7ാമത്തെ ഞായറാഴ്ച. ഇന്ന് വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. POC ബൈബിളിൽ ഇതിൻ്റെ തലക്കെട്ടായി പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക എന്നതാണ്. കൃത്യമായി നാം ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഏറ്റവും ഇമ്പോസിബിൾ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയപ്പെടുന്നത്. അസാധ്യമായ ഒരു വസ്തുത. എന്നാൽ ഇത് സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള ചില വഴികളാണ് സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, യേശുനാഥൻ ഫരിസേയരെയും നിയമജ്ഞരെയും കുറിച്ചൊക്കെ പറയുന്ന ഒരു അപവാദമുണ്ട്. അവരൊക്കെ വലിയ നിയമങ്ങൾ മനുഷ്യൻ്റെ ചുമലിലേക്ക് എടുത്ത് വെക്കുകയും എന്നാൽ അതൊന്ന് നീക്കാൻ വേണ്ടി ഒരു ചെറുവിരൽ പോലും അവർ അനക്കുന്നുമില്ല. എന്നാൽ ക്രിസ്തു എന്ന ഗുരു അങ്ങനെയല്ല. ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയമം പ്രാബല്യത്തിൽ വരുത്തുവാൻ അല്ലെങ്കിൽ ആ നിയമം പ്രയോഗിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വഴി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് 10 ഭാഗങ്ങളായിട്ട് തന്നെ തിരിക്കാൻ സാധിക്കും. 7 വഴികൾ ഈശോ പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് ഒരു നിയമം പറയുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം, അതിന് സുവർണ നിയമം എന്ന് പറയുന്നു. പിന്നീട് എന്തുകൊണ്ട് നമ്മൾ ഇത് പാലിക്കണം എന്നതിനെക്കുറിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അതിൻ്റെ കാരണം എന്ന് നമുക്ക് പറയാം. അവസാനമായിട്ട് 10ാമതായിട്ട് എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നും ഈശോ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ 7 പടികൾ, ഒരു നിയമം, ഒരു കാരണം, ഒരു ലക്ഷ്യം, ഇങ്ങനെ 7ഉം 3ഉം നമുക്ക് 10 കാര്യങ്ങൾ നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ 7 വഴികളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 7 വഴികൾ സുവിശേഷത്തിൽ പ്രകാരമാണ് ഈശോ പറയുന്നത്. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അതൊന്ന്. നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, 2. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, 3. നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, 4. ഒരു ചെകിട തടിക്കുന്നവന് മറ്റേ ചെകിട കൂടി കാണിച്ചു കൊടുക്കുവിൻ, 5. നിന്റെ മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കുവിൻ, 6. നിങ്ങളോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക, നിന്റെ വക എടുത്തുകൊണ്ട് പോകുന്നവരിൽ നിന്നും തിരികെ ചോദിക്കാതിരിക്കുക, 7. ഇനി 7 വഴികൾ ഈശോ പറഞ്ഞിരുന്നുണ്ട്. എന്താണ് ഈ 7 വഴികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1ാമത്തെ വഴി ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് ഈശോ പറയുകയാണ്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന വഴി വളരെ ആരോഗ്യപരമായൊരു വഴിയാണ്, വളരെ ഹെൽത്തി ആയ വഴി. കാരണം ശത്രുവിനെ സ്നേഹിക്കാത്ത പക്ഷം ഒരുപക്ഷെ നമുക്ക് പ്രതികാരം ചെയ്യാൻ സാധിക്കുന്നില്ല, പ്രതികരിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന അവസ്ഥയിൽ ശത്രുവിനെതിരെയുള്ള വിദ്വേഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് തികച്ചും അനാരോഗ്യകരമായൊരു വസ്തുതയാണ്. അത് നമ്മുടെ തന്നെ സ്വസ്ഥത നശിപ്പിക്കുന്നു, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നതിനോടൊപ്പം തന്നെ ശരീരം രോഗാവസ്ഥയിലേക്ക് പോകുന്നു, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ഫലം ഇല്ലാതായി പോകുന്നു. തികച്ചും അനാരോഗ്യപരമായ ഒരു ജീവിതം, നാശത്തിലേക്ക് പോകുന്ന, നമ്മുടെ തന്നെ നാശം നമ്മൾ വരുത്തി വയ്ക്കുന്നത് കൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുവാൻ എന്ന് പറയുന്നതിൻ്റെ 1ാമത്തെ പ്രായോഗിക വശം, ബി ഹെൽത്തി, ആരോഗ്യവാനായി ജീവിക്കുക. എന്തിനാണ് അവനോടുള്ള ദേഷ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നിടത്തോളം കാലം നീയാണ് രോഗിയായി മാറാൻ പോകുന്നത്. അതുകൊണ്ട് 1ാമതായി നീ അത് ശ്രദ്ധിക്കുക. 2ാമത്തെ വസ്തുത, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക. ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക എന്നതിലൂടെ ആ വ്യക്തിയെ തന്നെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതൊരു വളരെ പ്രായോഗികമായ വഴിയാണ്. അബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. തടവറയിലേക്ക് ഒരായുധവും കയ്യിലില്ലാതെ കയറിപ്പോകുന്ന അബ്രഹാം ലിങ്കനെ കണ്ടിട്ട് സെക്യൂരിറ്റി ഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, അങ്ങ് എവിടേക്ക് പോകുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചോദിച്ചു, അത് അങ്ങയുടെ കയ്യിൽ ഒരു ആയുധവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും? ഞാൻ സ്നേഹം കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ പോയാൽ. അവരെ സ്നേഹിച്ചു നോക്കട്ടെ. സ്നേഹിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്ത് നോക്കട്ടെ. നന്മ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ശത്രു അല്ലാതെ തിരിയുക. അത് ഏറ്റവും നല്ല മെത്തേഡെന്ന് പറയപ്പെടുന്നത്. എന്തെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞ് ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ സ്വീകരിച്ചിരുന്നിരിക്കും. ഒരു ഗാന്ധിയൻ മെത്തേഡ് കൂടിയാണ് അതൊക്കെ. ഗാന്ധിയൊക്കെ ഒരുപക്ഷെ അത് പഠിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ്. എന്നിട്ട് ആ നന്മ ചെയ്യുന്നതിലൂടെ അവനെ ഡിഫീറ്റ് ചെയ്യാൻ, അവനെ കീഴ്പ്പെടുത്താൻ നിനക്ക് സാധിക്കും. അങ്ങനെ കീഴടക്കലിൻ്റെ ഒരു പുത്തൻ വഴി ക്രിസ്തു പറയുകയാണ്, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക. ഇനി 3ാമത്തെ വഴി, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. അത് വളരെ ലാഭകരമായൊരു വഴിയാണ് 3ാമത്തേത്. കാരണം നീ എന്ത് കൊടുക്കുന്നു അത് തന്നെ നിനക്ക് നിറച്ച് കുലുക്കി
അളന്ന് നിൻ്റെ മടിയിലേക്ക് ഇട്ട് തരും. അതാണ് ഈ ദൈവം പറയുന്നത്, ഈശോ പറയുന്നത്. അപ്പോൾ അത് നീ ശാപം ആണ് കൊടുക്കാൻ നിൽക്കുന്നതെങ്കിൽ തികച്ചും കൃത്യമായ അളവിൽ നിനക്ക് ആ ശാപം തിരിച്ചു കിട്ടും. അനുഗ്രഹമാണ് കൊടുക്കാനിരിക്കുന്നതെങ്കിൽ നിനക്ക് അനുഗ്രഹം കിട്ടും. അപ്പോൾ നിനക്കെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത് കൊടുക്കുക. അപ്പോൾ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. അപ്പോൾ അത് നിന്നിലേക്ക് തന്നെ തിരിച്ചു വരികയും നീ അനുഗ്രഹപൂർണനായി തീരുകയും ചെയ്യും. ലാഭകരമായൊരു കാര്യം. അതാണ് മൂന്നാമത്തേത്. നാലാമത്തെ വഴി പറയുന്നത് അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറയപ്പെടുന്നത് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഉൾച്ചേർത്തിരിക്കുന്നൊരു വസ്തുതയാണ്. എന്തിനാണെന്ന് കൂടി അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. കരുണ കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഞാനൊരു പാപിയായതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ കരുണ ഒരുപാട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ട് എനിക്ക് ആ കരുണ ദൈവത്തിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് സത്യം. കരുണ കിട്ടുക എന്നുള്ള എൻ്റെ ജീവിതത്തിലെ അത്യാവശ്യമായൊരു കാര്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എനിക്ക് കരുണ കിട്ടത്തില്ല. സ്വർഗസ്നായ പിതാവെന്ന പ്രാർത്ഥനയിൽ അത് വ്യക്തമായിട്ട് നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് കാണുന്നുണ്ട്. എന്നിട്ട് അഞ്ചാമത്തെ വഴി, ചെകിടത്ത് അടിച്ചാൽ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. ഒരു കരണത്തടിക്കുന്നതിന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയപ്പെടുന്നൊരു വസ്തുത. അത് യഥാർത്ഥത്തിൽ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ മറുകരണം കൂടി കാണിക്കാതെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും. നീ എന്തിനെന്നെ അടിച്ചു എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അത് പ്രതിരോധിക്കാം അല്ലെങ്കിൽ പ്രതികരിക്കാം. പക്ഷേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മേക്ക് ഹിം റിലാക്സ്, അവനെ സ്വസ്ഥനാക്കുക. എന്തിനാ അവൻ ചിലപ്പോൾ എന്നോട് ചിലപ്പോൾ ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ അവൻ്റെ വലിയ അസ്വസ്ഥതയുടെ പേരിലാണ് ഒരടി കൂടി അടിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ തീരുമെന്നുണ്ടെങ്കിൽ അടിച്ചിട്ട് പോട്ടെ എന്നൊരവസ്ഥ. അവൻ്റെ ടെൻഷൻ മാറാനായിട്ട് അവനെ ഒരു സഹോദരനെ കണ്ട് ഒന്നടിച്ചിട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അടിച്ചിട്ട് പോട്ടെ. നാം വലുതാകുക എങ്ങനെയാണോ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇടപെടുമ്പോഴത്തേക്ക് നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഷാട്ടിയും പിടിച്ചിട്ട് ഓടി വന്നൊരു ഇടി എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കൊടുക്കും, ഒന്നും കൂടി ഇടിച്ചിട്ട് പോട്ടെ. കുഞ്ഞിന് പിന്നെ കരയാതെ അവൻ ഇരിക്കുമല്ലോ. പിന്നെ അവൻ കരയാതെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കും. അവനൊരു സമാധാനം ഉണ്ടാകുമെങ്കിൽ ഒരു ഇടി കൂടി ഞാൻ കൊണ്ടേക്കാം എന്ന രീതിയിലൊരു മേക്ക് ഹിം റിലാക്സ്, അവനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെത്തന്നെ ഉപകരണമാക്കിയ, സമാധാനത്തിൻ്റെ ഉപകരണമാക്കിയ. അതാണ് ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക എന്നുകൊണ്ട് നമുക്കൊരർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആറാമത്തെ വഴി, മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കുക. എന്തിനെന്നോ ഒരു കാരണം കാണും. നിന്നോട് ദ്രോഹം ചെയ്യുന്നവന് ചിലപ്പോൾ ആ ദ്രോഹം ചെയ്യാൻ വേണ്ടിയായിരിക്കണമെന്നില്ല, അവനൊരു കാരണം കാണും. പാവങ്ങൾ എന്ന് പറയപ്പെടുന്ന നോവലിലൊക്കെ ജീൻ വാൽജീൻ്റെ കഥ നമ്മൾ ഓർക്കുന്നുണ്ടാകും. വളരെ വ്യക്തമായിട്ട് ആ മനുഷ്യൻ എൻ്റെ കഥ ഈ കൃത്യമായ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ബിഷപ്പിൻ്റെ അരികിൽ നിന്നും ഒരു തിരിക്കാന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ജീൻ വാൽജിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്ന് തിരികെ ഏൽപ്പിക്കുമ്പോൾ ബിഷപ്പ് പ്രതികരിക്കുന്നത് ഇത് ഞാൻ അവന് കൊടുത്തതാണ്, ഒരെണ്ണം കൊണ്ടുപോയുള്ളൂ, മറ്റേതും കൂടെ എടുത്തുകൂടെ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവനത് എടുക്കാനൊരു കാരണമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ ജയിലറയിലേക്ക് അടയ്ക്കപ്പെടുന്നതിന് മുമ്പ് അവൻ്റെ പെങ്ങളുടെ കുഞ്ഞിന് വേണ്ടി, പട്ടിണി കിടക്കുന്ന കുഞ്ഞിന് വേണ്ടി ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിന് ഒരു കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ പേരില്ല. അപ്പോൾ അതിനൊരു കാരണമുണ്ടെങ്കിൽ പോട്ടെ, അതിന് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും. നോ ദ റീസൺ, അവൻ്റെ കാരണം, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കോപം അവിടെ അസ്തമിക്കും. അതാണ് സത്യം. അവൻ്റെ ആ കാരണം, അവൻ എങ്ങനെ എന്നോട് പെരുമാറാനുള്ളൊരു കാരണം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ എൻ്റെ ദേഷ്യം ചോർന്നു പോയിരിക്കും. നോ ദ റീസൺ. ഏഴാമത്തെ കാര്യം, നിൻ്റെ വസ്തുവകൾ, നിൻ്റെ വകകൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. അതാണ്, അത് തിരികെ ചോദിക്കരുത്. ഇഫ് ഇറ്റ് ഈസ് യുവേഴ്സ് ഇറ്റ് വിൽ റിട്ടേൺ ടു യു. ഇത് തിരികെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നിൻ്റേതാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് നിൻ്റെ കയ്യിൽ തന്നെ വരും. അത് ദൈവം കൊണ്ടുവരും. ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി സ്വസ്ഥമായിട്ട് ആശ്രയം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതെടുത്തുകൊണ്ട് പോകുന്നവനെ കുറിച്ചൊന്നും ആകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് കറങ്ങി തിരിഞ്ഞ് നിൻ്റെ കൈ വരാനുള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ആകെ ആവശ്യമായിട്ടുള്ളൊരു വസ്തുത സ്വസ്ഥമാകുക, ഒന്ന് കാത്തിരിക്കുക, അത്രമാത്രം. ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് സ്വസ്ഥമാകുക, ഒന്ന് കാത്തിരിക്കുക. അത് കറങ്ങിലേക്ക് തന്നെ വരും.
ഇപ്പം നിനക്ക് നഷ്ടമായിരിക്കുന്നത്, ഇപ്പം നിനക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് ദൈവം എടുത്തു മാറ്റിയെന്ന ദൈവാശ്രയ ബോധത്തിൽ ചിന്തയിൽ നിലനിൽക്കാൻ സാധിക്കും. അങ്ങനെ 7 വഴികൾ നമുക്ക് കാണാൻ സാധിക്കും. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ബി ഹെൽത്തി, ആരോഗ്യപരമായ കാര്യമാണ്. ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക എന്ന് പറയുന്നത് അവനെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ്. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് ലാഭകരമായൊരു കാര്യമാണ്. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും കരുണ കിട്ടാനുള്ള ഏറ്റവും സുന്ദരമായ വഴിയാണ്. ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവനെ റിലാക്സ് ചെയ്യാൻ, ടു ഹെൽപ്പ് ഹിം ടു ബി റിലാക്സ്, അവനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കുക എന്ന് പറയുന്നത് അവൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കലാണ്. നോ ഹിസ് റീസൺസ്, അവൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കലാണ്. 7-ാമത്തേത് നിൻ്റെ വക എടുത്തുകൊണ്ട് പോകുന്നതിനോട് തിരിച്ച് ചോദിക്കാതിരിക്കുക എന്ന് പറയുന്നത് ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ ശരണപ്പെടുന്നതിൻ്റെ അടയാളമാണ്. ഈ ഒരു 7 വഴി ഒന്ന് പ്രയോഗത്തിൽ വരുത്താനായിട്ട് ശ്രമിച്ചാൽ ഇമ്പോസിബിൾ, അസാധ്യം എന്നൊക്കെ പറയപ്പെടുന്ന ശത്രുസ്നേഹം നമുക്ക് സാധ്യമാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി 8-ാമത്തെ കാര്യമാണ് കൃത്യമായിട്ട് ലൂക്കായുടെ സുവിശേഷം 6-ാം 31-ാം പറയുന്നു, ഇതാണ് സുവർണ നിയമം, യേശു പഠിപ്പിച്ച നിയമങ്ങളിൽ ഏറ്റവും സുന്ദരമായ, ഏറ്റവും വിലപിടിപ്പുള്ള നിയമം. ലൂക്കായുടെ സുവിശേഷം 6-ാം ഈ സുവർണ നിയമം നമുക്ക് കാണാൻ സാധിക്കുക. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. എന്നോട് മറ്റുള്ളവർ ദ്രോഹം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദ്രോഹം ചെയ്യുക, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നന്മ ചെയ്യുക എന്ന ഒരു തിയറി. ഒരിക്കലും ഒരു മനുഷ്യനും മറ്റുള്ളവരെന്നെ ദ്രോഹിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. മറ്റുള്ളവരെന്നെ സഹായിക്കണം, സ്നേഹിക്കണം, കരുതലോടുകൂടി നോക്കണം, പരിഗണിക്കണം, അംഗീകരിക്കണം, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതെല്ലാം മറ്റുള്ളവരോടും ചെയ്യുക. എത്ര സുന്ദരമായ നിയമമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ നിയമമാണ്, ഒരു തത്വമാണ് നമുക്ക് യേശു പഠിപ്പിച്ചു തരുന്നത്, സുവർണ നിയമം എന്ന് പറയപ്പെടുന്നത്. അതാണ് നമ്മൾ 8-ാമതായിട്ട് നമ്മൾ കാണുന്നത്. ഒരു നിയമം യേശു പഠിപ്പിക്കുന്നു, യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം, ദി ഗോൾഡൻ റൂൾ. ഈ 9-ാമത്താണ് നമ്മൾ കാണുന്നത് 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ പറയുക. നിങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുന്നുള്ളെങ്കിൽ എന്ത് മേന്മയാണ്, പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് മാത്രമാണ് നിങ്ങൾ നന്മ ചെയ്യുന്നില്ലേ, എന്ത് മേന്മയാണ്, പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിങ്ങനെ പോവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയപ്പെടുന്നത് പാപികളിൽ നിന്നും വ്യത്യസ്തനാകാൻ ക്രിസ്തു ശിഷ്യൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിനക്കെന്താ വ്യത്യാസം? യു ബി ഡിഫറെൻറ്റ്, നിനക്കൊരു വ്യത്യാസം ഉണ്ടായിരിക്കട്ടെ, അവരിൽ നിന്നും വേറിട്ടവനായിട്ട് നീ മാറട്ടെ. ക്വാദേശം എന്നൊക്കെ പറയുന്ന വാക്ക് പറയുന്ന പോലെ സെപ്പറേറ്റഡ് ആൻഡ് ബി ഡിഫറെൻറ്റ്, വ്യത്യസ്തനായിട്ട് നീ മാറുക എന്ന് പറയുന്നു. എന്നാൽ മാത്രമേ നിനക്ക് വിശുദ്ധമായ ക്രിസ്തു ശിഷ്യൻ എന്ന ജീവിതം നയിക്കാനായിട്ട് സാധിക്കുമെന്ന് കർത്താവ് ഒന്ന് ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് 10-ാമത്തെ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 36-ാമത്തെ വാക്യം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും. നമുക്കറിയാം കരുണയുടെ വർഷത്തിലെ ആപ്തവാക്യമായിരുന്നു ഇത്. പിതാവ് കാരുണ്യവാനായിരിക്കുന്ന പോലെ നിങ്ങളും കാരുണ്യവാനായിരിക്കുക. ഇതാണ് ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. ഈ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരാൻ വേണ്ടി ആ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ പിതാവിൻ്റെ സ്വഭാവമുള്ള മക്കളായി മാറണമെങ്കിൽ നമ്മളും കരുണയുള്ളവരായിരിക്കും. ഇതാണ് ലക്ഷ്യം. അങ്ങനെ 7 പടികൾ, ഒരു നിയമം, ഒരു കാരണം, ഒരു ലക്ഷ്യം, ഇങ്ങനെ 10 കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കുക. വളരെ പ്രായോഗികമായ വഴികളിലൂടെ ശത്രു സ്നേഹം സാധ്യമാക്കാൻ വേണ്ടി ക്രിസ്തു നമ്മളെ ശക്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും ഒക്കെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി കർത്താവ് യേശുവോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി തീരുവാൻ സാധിക്കുകയും ചെയ്യും. അസീസിലെ ഫ്രാൻസിസിൻ്റെ ആ സമാധാന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവമേ, അങ്ങേ സമാധാനത്തിന് ഉപകരണമായി എന്നെ മാറ്റണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, അന്ധകാരമുള്ളിടത്ത് വെളിച്ചവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, ദുഃഖമുള്ളിടത്ത് സന്തോഷവും നൽകണമേ. ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനുമല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കാതിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നൽകുന്നതിലൂടെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുന്നതിലൂടെയാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരണത്തിലൂടെയാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിക്കുന്നത്. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഫിൽസലച്ചൻ.